എന്നല്ലേ താച്ച? അയ്യ, ഞാൻ രാജാക്കാട് ചെല്ലപ്പ. ആര്? രാജാക്കാട് ചെല്ലപ്പ. രാജാക്കാട് ചെല്ലപ്പ. ഞാൻ താൻ സാർ. എക്സ് മെമ്പർ ഓഫ് പഞ്ചായത്ത്, രാജാക്കാട്, ഇടുക്കി. ഞാൻ താൻ സാർ. ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ്, രാജാക്കാട്. ഞാൻ താൻ സാർ. പ്രസിഡന്റ് തിരൈപ്പട ഫാൻസ് കൂട്ടണി. ഞാൻ താൻ സാർ. എല്ലാമേ ഞാൻ താൻ. ഒന്ന് ഹോൾഡ് ചെയ്തോണേ സാർ. ഇതേതാടോ ഈ സാധനം? ഇങ്ങോട്ട് മാറിക്കണോ സാർ? ഇതാ ജോസിന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന ആളാ സാർ. ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ ചെല്ലുവന്നു. ഇല്ല, ഇരിക്കാൻ പറയായിരുന്നില്ല സർ. പറഞ്ഞതാണ്. ഇരിക്കേ. വേണ്ട സർ, ഞങ്ങളിവിടെ നിന്നോളാം. സെക്ഷനിൽ ഇരുത്തിയിട്ട് സാഹത്തിലൂടെ കുട്ടികൾ കുടിക്കാൻ എന്തെങ്കിലും വരുത്തിച്ചു കൊടുക്കാൻ പറയും. ചായയോ ജ്യൂസോ. എടാ കുറുപ്പിനോട് ആ സാധനങ്ങള്. ജോസിന്റെ. സർ വരൂ. ചെല്ല്. ഇയാളാരാ? ബന്ധുവാണോ? അതെ സർ, എന്റെ ചേച്ചിയുടെ. 1.5 കൊല്ലം അംഗൻവാടിയിൽ ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് വത്സമ്മ, മാട്ടുപ്പെട്ടിയിൽ. പിന്നീട് ജോസായിട്ട് അത് നിർത്തിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് 17ാമത്തെ വർഷം. അതെ. ജോസിന്റെ ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു? അറിയാമായിരുന്നോ വത്സമ്മയ്ക്ക്? ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സർ. പിന്നെയാ. പിന്നെ അറിഞ്ഞപ്പോ വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടുണ്ട് സർ. ആരൊക്കെയായിട്ടായിരുന്നു ഇടപാടുകൾ അറിയാമോ? ഇല്ല. ജോസ് എങ്ങനെയാ ഉപദ്രവിക്കുമായിരുന്നു? ജോസിന്റെ ബോഡി അവസാനമായിട്ട് ജോസ് വീട്ടിൽ നിന്ന് വരുമ്പോ മുഖത്തൊരു മുറിപ്പാടുണ്ടായിരുന്നു. മുറിഞ്ഞിട്ട് സ്റ്റിച്ചിട്ട്. முன்னாடி நைட்டில ஜோஸ் நல்லா சாப்பிட்டு இருந்தது. ஜீப்பில் இறங்க போ மூஞ்சி அடிச்சு வீழ்ந்தாச்சு வீட்டுக்கு முன்னாடி. എന്നിട്ട് മുറിവ് എവിടാ സ്റ്റിച്ചിട്ടത്? സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റൽ. ஆமா சார், நீங்க சொன்னது கரெக்ட். ആ സാർ, ലോഡ്ജിൽ നിന്ന് കിട്ടിയതാ ജോസിന്റെ സാധനങ്ങൾ. ബോധിച്ചൊന്ന് റെസീറ്റ് കൊടുത്തേക്കൾ. ഇവരെ കുട്ടികളിലേക്ക് നിർത്തി കൊണ്ടു. സാർ വരൂ. ചെല്ലപ്പാ, നീ എങ്ക നില്ലപ്പാ. நீ போமா, நான் வர்றேன். சொல்லு. கடவுளே, ரொம்ப கஷ்டம் சார் அவளோட லைஃப். நான் ஒருத்தர் மட்டும் தான் உதவி, வேற யாருமே இல்லை சார். ஒரு சின்ன ரெக்வெஸ்ட். என்ன சார்? பாவம் பொண்ணு, அந்த மூத்த பொண்ணுக்கு பருவ பிராயம், 15 வயசு. வல்லாத காலம் வல்லி சார். കാട്ടു മുക്കിൽ ഒറ്റയ്ക്ക് കിടന്ന് വല്ലതും സംഭവിച്ചു പോയാ ഉള്ളകളെ കൂട്ടി എന്റെ വീട്ടിൽ വന്നിരിക്കാൻ സാറായിട്ട് പറയണം അവളോട്. സാറ് പറഞ്ഞ അവളെ കേൾക്കും. ഞാൻ അവളെയും മോളെയും എന്റെ സ്വന്തം ഭാഗ്യ പോലെ നോക്കും. നിനക്ക് ഞാൻ മറ്റേ മാമാപ്പണി കൂടി ചെയ്തോളാം. അച്ഛനെ വാങ്ങിച്ചോടാ നീ ആരുടെ മഴ പറഞ്ഞ് പേടിപ്പിക്കാൻ. കള്ളം പറയാൻ ഉണ്ടെന്നങ്ങനെ അറിഞ്ഞ മതി കൊന്നളെ ഞാൻ. രാജാക്കാട് ചെല്ലപ്പ ഒരു തോക്കെടുത്ത് നെഞ്ചത്തോട് കുത്തിയ പേടിക്കൊന്ന് നോക്കിയതാ. പുറമേ കാണുന്ന ഇനമല്ല, പോടനല്ല, ട്രയൽ ഹെം. സർ. ഹലോ. ഒന്ന് ഹോൾഡ് ചെയ്തോണേ. ഇതാ കൊടുക്കാം. മുസ്തഫ. പറഞ്ഞുപോയി, ഒന്ന് എടുത്തോ. ചുണ്ടൻ തുറപ്പിച്ചേക്ക്. എന്താടാ? എങ്ങനെ? എപ്പോ? എന്ത് പറ്റി? മറ്റോ മിസ്സായി മുസ്തഫയുടെ കയ്യിൽ നിന്ന്. ആര്? ചെല്ലപ്പ. അവനെ കണ്ടാലറിയാം അവന്റെ ബോഡി ലാംഗ്വേജ്, ഹിസ്ട്രിയോണിക്സ്. പക്കാ ക്രിമിനലാണ് അവൻ. എന്നാ പിന്നെ വിട്ട എന്തിനാ? കസ്റ്റഡിയിൽ എടുത്തുകൂടായിരുന്നോ? നരിക്ക്. ഏയ്, സൂചനകളേ ഉള്ളൂ, അല്ലെങ്കിൽ വെറും തോന്നലുകൾ, അല്ലെങ്കിൽ രണ്ടും. കസ്റ്റഡിയിൽ എടുക്കാൻ അത് പോരാ, കൂത്തി നിക്കലടി കഴുതേ. പേടിയുണ്ടോ നരിക്ക്?
ജോസിന്റെ ഭാര്യയുടെ കണ്ണുകളിൽ ഞാൻ കണ്ട പേടി, ഇറ്റ് വാസ് സോ ഇന്റൻസ്. ആരോ പേടിപ്പിച്ചിട്ടുണ്ട് അവരെ. ചോദിച്ചില്ലേ? നോ, ഷീ കുഡന്റ് ടേക്ക് ഇറ്റ്. അവരെന്തോ ഉറക്കാൻ ടെൻഷൻ അല്ലെന്ന് എനിക്ക്. നിനക്കുറങ്ങണ്ടേ? അമ്മ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ അമ്മു. 1 2 3 சொன்னது மட்டுமா? ஜாஸ்தி இல்லையா? சொன்னது மட்டும். എന്താടി കണക്ക് പറയാണോ? ഉലക പെരിയ പിച്ച രാജാക്കാട് ചെല്ലപ്പ ആണോ? ஆமா சார், நீங்க சொன்னது கரெக்ட். ஆனா വാ. ஆல் ரைட். എങ്ങനെ ഉണ്ടായിരുന്നടാ നരി? ரொம்ப கட்டிக்காரன் சார். ஆஹா. பெரிய கேரக்டர் அவரு. കാര്യം പറയടാ. ஆமா சார், அவன் தூக்கெடுத்து இങ്ങനെ വെച്ചു പേടിപ്പിച്ചാ നോക്കി. പേടിച്ചു കൊടുത്തു. അവൻ വിശ്വസിച്ചോ അവള് പറഞ്ഞതെല്ലാം? ആമാ സാർ, ഇനി അവള് കള്ളം പറഞ്ഞാന്ന് സംശയം തോന്നിയാലും അത് ഞാൻ പറയിപ്പിച്ചാന്ന് തോന്നും അവന്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും സംശയം തോന്നത്തില്ല. നിന്നെ ആരടാ ഫോളോ ചെയ്തെന്ന് പറഞ്ഞത്? അത് சொன்னா சித்தமான காமெடி സിറ്റുവേഷൻ സാർ. കാര്യം പറയടാ. ഞാൻ ലാജിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ നടക്കുമ്പോൾ എന്നമോ ശരിയല്ലേ എന്നൊരു ഫീലിങ്സ്. பார்க்கும்போது ஆப்போசிட் சைடுல கொஞ்சம் தள்ளி டீ கடையில என்னையே பார்த்து சும்மா தண்ணி சாப்பிட்டு நிக்கிற மாதிரி அவன். அந்த துளுக்க போலீஸ்காரன் எஸ்ஐ. എന്നിട്ട് அந்த எஸ்ஐய பார்த்ததும் என்னோட பக்கத்துல தான் எலக்ட்ரிக் போஸ்ட் இருந்தது. இந்த பியூஸை எடுத்தாச்சு. ஸ்விட்ச்ல அப்படியே கரண்ட் போச்சு. ஃபுல் டார்க்னஸ். அப்படித்தான் நான் அங்கே இருந்து தப்பிச்சு விட்டதும். പൊയ്ക്കോ. சரி சார். சார் சொன்னது மட்டும் വാ. போயிட்டு வர்றேன் சார். അപ്പിച്ചായിട്ട് ഓരോരോ ഗഡികളെ. പക്ഷേ ഫ്യൂസ് സൂര്യതുകൊണ്ട് കാര്യമില്ല. അവനെ ഫോളോ ചെയ്യുന്നുണ്ട് നരിയുടെ ഷാഡോ പോലീസ്. എന്ത് പ്രായം വരുവിടാ ജോസിന്റെ ഇളയ കൊച്ചിന്? ഒരു 5 or 6. കഷ്ടം കഷ്ടം. കമ്പിളികണ്ഠൻ ജോസ് അവസാനമായിട്ട് വീട്ടിൽ നിന്ന് പോരുമ്പോ എല്ലപ്പട്ടി ചെക്ക് പോസ്റ്റില് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് നീയും ഇയാണ് അല്ല? അതെ സാർ, പറഞ്ഞല്ലോ. പറഞ്ഞു. പക്ഷേ ജോസിനെ വേണ്ടുമ്പോ ചെക്ക് പോസ്റ്റ് കടത്തിവിടാൻ പുറത്തു നിന്നോ മോളിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടേൽ അത് ആരാണെന്ന് ചോദിച്ചാല് അത് മാത്രം നീ പറയല. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ചോദിക്കും. വേണ്ട. യൂണിയൻ നേതാവാണ് ഓമനക്കുട്ടൻ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ. ഒരു വിളി വന്നിരുന്നു മോളീന്ന്. ജോസിന്റെ ഒടുക്കലത്തെ ട്രിപ്പിൽ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയം വെച്ച് കൂട്ടിയാല് അവൻ ചെക്ക് പോസ്റ്റ് കിടക്കുന്നത് ഒരു 5:30 മണി വെളുപ്പിന് അല്ലേ കുഞ്ഞേഷ്ണ? സാർ അന്ന് കൃത്യം 5 മണിക്ക് തന്റെ സെൽഫോണിൽ ഒരു കോൾ വന്നു. ഇല്ല സാർ. ഈ നമ്പറിൽ ഓർമ്മ. പക്ഷേ ജോസ് കൊല്ലപ്പെട്ട വാർത്ത പത്രങ്ങളിൽ വന്നതിന്റെ പിറ്റേ ദിവസം രണ്ടുപേരും പുതിയ കണക്ഷൻ എടുത്തു, നമ്പറും മാറ്റി. അല്ലേ മിസ്റ്റർ വിജയൻ? യെസ് സാർ. പറയടാ. ഒരാളുമില്ല, ഒരാളും ഒന്നും വിളിച്ചു പറയുമ്പോ ചെയ്യിച്ചിട്ടില്ല നിന്നെ ഇവരെ അല്ലേ? സാർ ഇത് കാണുന്നില്ലേ? ഞങ്ങൾ ആരെ കൊന്നു? ഹലോ സാർ. സാർ ഒറ്റ മിനിറ്റ് സാർ. സാർ ഐ ജി സർ. സർ. സണ്ണി സർ. ലോക്ക് ദം അപ്പ്.